ഹായ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ സ്വന്തം കരിമീൻ പൊരിച്ചതാണ്. മീൻ വറുത്ത് കഴിക്കുന്നതിലും ആരോഗ്യത്തിന് നല്ലത് കറി വെച്ച് കഴിക്കുന്നതാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും കരിമീൻ കിട്ടിയാൽ അതൊന്ന് വറുത്ത് കഴിച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഹെൽത്തിനെക്കുറിച്ച് ഒന്ന് കണ്ണടയ്ക്കാം, അത് രക്ഷയില്ല. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, നമ്മൾ വീട്ടിൽ തന്നെയാണ് ഫ്രൈ ചെയ്ത് കഴിക്കുന്നത്, അല്ലാതെ പുറത്ത് ഹോട്ടലിൽ നിന്നല്ല കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓയിലിൻ്റെ കാര്യത്തിലൊക്കെ നോ പ്രോബ്ലം. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കരിമീൻ വറുക്കാനായിട്ട് എണ്ണ ഉപയോഗിക്കുന്നത്, അല്ലാതെ പല പ്രാവശ്യം വറുത്ത എണ്ണയല്ല നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അല്ലേ. അപ്പോൾ അത്രത്തോളം ദോഷഫലങ്ങൾ നമുക്കുണ്ടാകില്ല എന്നൊരു ഗുണമുണ്ട്. നമുക്ക് എങ്ങനെ കരിമീൻ പൊരിച്ചത് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ കരിമീനാണ്. കരിമീൻ എപ്പോഴും നന്നായിട്ട് ഉരച്ച് വേണം കഴുകിയെടുക്കാനായിട്ട്. കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്താൽ ഇതുപോലെ നന്നായിട്ട് വെളുത്ത് വരും. ഇനി നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി 3 അല്ലി, ഒരു പച്ചമുളക്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പേസ്റ്റാക്കി ഞാൻ വെച്ചിരിക്കുന്നത്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് വറുക്കാനുള്ള വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്രയും കാര്യങ്ങൾ മീനിൽ നന്നായിട്ട് പുരട്ടിയ ശേഷം 1 മണിക്കൂർ വെച്ചിരിക്കുക. 1 മണിക്കൂർ വെക്കാനായിട്ട് ടൈം ഇല്ലെങ്കിൽ അരമണിക്കൂറെങ്കിലും വെക്കുക, എന്നാലേ നന്നായിട്ട് അരപ്പൊക്കെ പിടിച്ചു വരുള്ളൂ. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം മീനിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ മീനിട്ട് ഉടനെ നമ്മൾ മറിച്ചിടരുത്. ചെറിയ തീയിൽ ഒന്ന് വെന്ത ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ കരിമീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. മീനിൻ്റെ കൂടെ കഴിക്കാനുള്ള സൂപ്പർ കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നത് സാലഡാണ്. പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളെയൊക്കെ പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ് മീനിൻ്റെ കൂടെയൊക്കെ കുറച്ച് സാലഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അവരത് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചോളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കരിമീൻ ഫ്രൈ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഞാനിന്ന് പറയാത്ത എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.